പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇഗ്നു BA ഇക്കണോമിക്സിലെ BECC 112 എന്നതിൽ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായ ഒരു എക്സാം സക്സസ് എന്ന രീതിയിലുള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഹാരോഡ് ഡോമർ മോഡൽ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയുടെ ഹാരോഡ് ഡോമർ മോഡൽ എന്താണെന്ന് പറയാം. ഒപ്പം തന്നെ ഹൗ ഡസ് ഇറ്റ് എക്സ്പ്ലെയിൻ ഇൻസ്റ്റെബിലിറ്റി ഇൻ ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയിലെ അസ്ഥിരതയെ ഈ ഹാരോഡ് ഡോമർ മോഡൽ എപ്രകാരമാണ് വിശദമാക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളും ഒറ്റയൊരു ക്വസ്റ്റ്യൻ്റെ ഭാഗം തന്നെയാണ്. നമുക്ക് ആദ്യം ഹാരോഡ് ഡോമർ മോഡൽ എന്താണെന്ന് പറയണം. റോയ് ഫോബ്സ് ഹാരോഡ് 1939 ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയും FC ഡോമർ 1946 ഡെവലപ്പ് ചെയ്ത മറ്റൊരു തിയറിയും ഒരുമിച്ച് ചേർത്താണ് ഹാരോഡ് ഡോമർ മോഡൽ. വാസ്തവത്തിൽ ഇത് കെയ്നീഷ്യൻ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു മോഡലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്നുപോയ ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി എന്ന രീതിയിലാണ്. കാരണം 1939 റോയ് ഫോബ്സ് ഹാരോഡ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും സെക്കൻഡ് വേൾഡ് വാർ നന്നായി ആരംഭിച്ചു കഴിഞ്ഞു. FC ഡോമർ 1946 ഡെവലപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പരിപൂർണമായ സമാപനമായി കഴിഞ്ഞു. ലോകരാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക ഇടിവുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ രണ്ടും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊക്കെ മുമ്പ് ഡെവലപ്പ് ചെയ്തിരുന്ന കെയ്നീഷ്യൻ കെയ്നീഷ്യൻ എക്കണോമിക് ഗ്രോത്തിൻ്റെ മോഡലിലാണ് ഈ രണ്ട് തിയറികളും ബേസ് ചെയ്തിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഈ തിയറിയെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. നോക്കൂ, നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച എങ്ങനെ കൈവരിക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഇക്കണോമിക്സിലാണ് ഈ ഹാരോഡ് ഡോമർ മോഡൽ ഉപയോഗപ്പെടുത്തുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ആൻ ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഇൻ ടേംസ് ഓഫ് ദ ലെവൽ ഓഫ് സേവിങ് ആൻഡ് ക്യാപിറ്റൽ. നോക്കുക, വളരെ പ്രധാനപ്പെട്ട അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അതാണ്. സേവിങ്സ്, ക്യാപിറ്റൽ, അതായത് സമ്പാദ്യം, മൂലധനം, ഈ രണ്ട് എലമെൻറ്റുകൾ ആണ് വളരെ കീ ടേംസ് ആയിട്ട് വരുന്നത്. ഈ ഹാരോഡ് ഡോമർ മോഡൽ ഇക്കണോമിക് ഗ്രോത്തിലെ വളരെ സുപ്രധാനമായ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഒന്ന് സമ്പാദ്യം അഥവാ സേവിങ്സ്, രണ്ട് മൂലധനം അഥവാ ക്യാപിറ്റൽ. കാരണം മൂലധനം ബിസിനസ്സിൽ മുടക്കാനായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ രാജ്യത്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തിന് കൂടുതൽ മൂലധനം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് കൂടുമ്പോഴാണ് നമുക്ക് സേവിങ്സ് കൂടാനുള്ള ചാൻസ് ഉള്ളത്. സോ ഈ സേവിങ്സും ക്യാപിറ്റലും തമ്മിൽ ഒരു അനുപാതം ഉണ്ടത്രേ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ദർ ഇസ് നോ നാച്ചുറൽ റീസൺ ഫോർ ആൻ ഇക്കണോമി ടു അറ്റൈൻ ബാലൻസ്ഡ് ഗ്രോത്ത്. ഈ മോഡൽ പ്രകാരം ഇവർ രണ്ടുപേരും പറയുന്ന അനുസരിച്ച്, അതായത് മിസ്റ്റർ റോയ് ഫോബ്സ് ഹാരോഡ് 1939 പറഞ്ഞതായാലും FC ഡോമർ 1946 പറഞ്ഞതായാലും ഇവരുടെ രണ്ടുപേരുടെ ആശയപ്രകാരം സമ്പദ് വ്യവസ്ഥ ഇക്കണോമിയിൽ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത്, സന്തുലിത വികസനം സ്വയമേവ കൈവരിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സ്വാഭാവികമായി നാച്ചുറലായ ഏതെങ്കിലും കാരണം കൊണ്ട് അത് തനിയെ സമ്പദ് വ്യവസ്ഥ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് അച്ചീവ് ചെയ്യില്ല. നാച്ചുറലി അത് വരുവാണെങ്കിൽ തോന്നുന്ന പോലെ ആയിരിക്കും. നമുക്ക് നോക്കുക, ഒരു പൂന്തോട്ടം ട്രിം ചെയ്ത് മനോഹരമാക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബാലൻസ് ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കാട് പിടിച്ച് വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തോന്നുന്ന വഴിക്കായിരിക്കും അതിൻ്റെ വളർച്ച. എന്നതുപോലെയാണ് എക്കണോമിയുടെ കാര്യവും. അതിന് നാച്ചുറലായിട്ടൊരു എക്കണോമി വളരെ ബാലൻസ്ഡ് ആയിട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ തുല്യപ്പെട്ട രീതിയിൽ എല്ലാ വശങ്ങളും ഒരുപോലെ ഭംഗിയായി വളരണമെന്ന് നിർബന്ധമില്ല. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഹാരോഡ് ഡോമർ മോഡൽ പറയുന്നത്. ദിസ് മോഡൽ എംഫസൈസസ് ഇൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ. നോക്കുക, ഈ മോഡൽ ഒരു കാര്യത്തിലാണ്, ക്യാപിറ്റൽ അഥവാ രാജ്യത്തെ മൂലധനം, സമ്പദ് വ്യവസ്ഥയിലെ എക്കണോമിയിലെ ക്യാപിറ്റൽ കൂടുതൽ സമാഹരിക്കുന്നതിനെയാണ് ഊന്നൽ കൊടുക്കുന്നത്. കൂടുതൽ ക്യാപിറ്റൽ സമാഹരിക്കാൻ കഴിയുമ്പോൾ എക്കണോമിക്ക് കൂടുതൽ ശക്തമായി ബിസിനസ് ആക്ടിവിറ്റികൾ നടത്താൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സോ നമ്മൾ ഇവിടെ പറയുമ്പോൾ വൈ അഥവാ ഇൻകം എന്ന് പറയുന്നത് ഇസ് എ ഫങ്ഷൻ ഓഫ് കെ. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന കോഡാണ്, നമുക്കറിയാം. സോ ഇൻകം എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ക്യാപിറ്റൽ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഫംഗ്ഷൻ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു.
അർത്ഥം. കണ്ടോ, ക്യാപിറ്റൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്കുണ്ടാകുന്ന ഇൻകം. അതായത് ഒരുപാട് ബിസിനസ്സിൽ മുടക്കാൻ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വരുമാനം ബിസിനസ്സിൽ നിന്ന് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അർത്ഥം. ഇനി അതുപോലെ തന്നെ അതേസമയം ക്യാപിറ്റൽ സ്റ്റോക്ക് എത്രത്തോളം ഉയരുന്നുവോ അതനുസരിച്ച് നമ്മുടെ ഇൻകവും ഉയരുന്നു. അങ്ങനെ എക്കണോമിയിലെ ഇൻകങ്ങൾ, എല്ലാ മനുഷ്യരുടെയും ഇൻകങ്ങൾ ഉയരുമ്പോൾ എക്കണോമിക്ക് വലിയ വളർച്ചയാണ് ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ക്യാപിറ്റൽ അക്കുമുലേഷൻ ആണ് പ്രധാനപ്പെട്ട കാര്യം. ക്യാപിറ്റൽ അക്കുമുലേഷൻ ഒന്നുമില്ലെങ്കിലോ, നോ ക്യാപിറ്റൽ അക്കുമുലേഷൻ ആണെങ്കിലോ എങ്കിൽ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും സീറോ ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. കണ്ടോ, ക്യാപിറ്റൽ അക്കുമുലേഷൻ ഇല്ല എങ്കിൽ കെ സീറോ ആണെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ആ ആശയം ഹാരോൾഡ് ഡോമർ മോഡൽ ഇങ്ങനെ തന്നെ ഡയഗ്രാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിന്റ്സ് എഴുതി പോകുന്നതാണ് നല്ലത്. ഈ പോയിന്റ്സ് പറയുന്ന അനുസരിച്ച് ഒരു ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇൻക്രീസ്ഡ് സേവിങ്സ് എപ്പോഴും, അതേ സേവിങ്സിനെ നമ്മൾ എസ് എന്ന കോഡ് ഉപയോഗിച്ച് എഴുതുന്നു. ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് കാരണം നമ്മുടെ കയ്യിൽ മിച്ചം പൈസ ധാരാളം ഉണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്തോറും ബിസിനസ്സിലെ വലിയ വലിയ ക്യാപിറ്റൽ സ്റ്റോക്കുകൾ കൂടുന്നു. നമ്മൾ വലിയ ബിൽഡിംഗ് മേടിക്കുന്നു, വലിയ മെഷീനറികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ ആൾക്കാരെ ജോലിക്കെടുക്കുന്നു, കൂടുതൽ സാലറി കൊടുത്ത് അവരെ പണിക്ക് നിർത്തുന്നു, കൂടുതൽ നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു, ഹയർ ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിയുന്നു. സോ എക്കണോമിക് ഗ്രോത്തിലേക്കാണ് ഇത് കലാശിക്കുക. സാമ്പത്തിക വളർച്ച ഒടുവിൽ എക്കണോമിക് ഗ്രോത്ത്, ഹയർ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു ഹയർ സേവിങ്സ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സേവിങ്സ്. വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. വീണ്ടും വലിയ സമ്പാദ്യങ്ങൾ കൂടുതൽ വർദ്ധിച്ച തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് കളമൊരുക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെക്കാളും കൂടിയ കഴിഞ്ഞ കൊല്ലം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അടുത്ത കൊല്ലം വലിയ സമ്പാദ്യം ഉണ്ടാകുമ്പോൾ ആ സമ്പാദ്യത്തിൽ ഒരു വലിയ ഭാഗവും കൂടെ നന്നായിട്ട് നമുക്ക്, കാരണം കൂടുതൽ മിച്ചം വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ ലാഭം ഉണ്ടാവുക എന്നാണ് അർത്ഥം. കൂടുതൽ ലാഭം ഉണ്ടാകുമ്പോൾ അതൊരു ഉത്തേജന മാർഗമാണ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് കൂടുതൽ ലാഭം എന്ന് പറയുന്നത്. അയാൾ കൂടുതൽ ശക്തമായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. സോ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് അഥവാ കെ എന്ന് പറയുന്നതാണ് ഹയർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം നോക്കാം. ഇതിനകത്ത് ചില അസംഷൻസ് ഉണ്ട്. എന്താണ് അസംഷൻസ് നോക്കാം. അതായത് ഈ ഹാരോൾഡ് ഡോമർ മോഡൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ്? നോ ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ഈ ക്യാപിറ്റൽ സ്റ്റോക്ക് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ മെഷീനറി ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫർണിച്ചർ ഉണ്ടാവും, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും തേയ്മാനം വരുന്നില്ല എന്ന് സങ്കല്പിക്കുന്നു. ഇതിനൊന്നും തേയ്മാനം വരുന്നില്ല എന്ന് സങ്കല്പിക്കുന്നു. ഈ ചക്രം പതിവ് പോലെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഈ ഫ്ലോ ചാർട്ട്. പക്ഷേ അത് റിയൽ ലൈഫിൽ അങ്ങനെയല്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു ചെറിയ കുറവുണ്ട്. ഇനി അടുത്ത ഫുൾ എംപ്ലോയ്മെൻറ്റ്. രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും തൊഴിലുകളിൽ ഏർപ്പെടുന്നു എന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും തൊഴിൽ എന്ന സാഹചര്യം ഉണ്ട് രാജ്യത്ത് എന്ന് വിചാരിക്കുന്നു. നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്. ഗവൺമെൻറ് ഇതിനകത്ത് കയറി വലിയ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് സബ്സിഡികൾ നൽകി ഏതെങ്കിലും ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ യാതൊരു വിധ റെഗുലേഷനോ ഇടപെടലോ ഇല്ല എന്ന സങ്കല്പത്തിലാണ് ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്വയം പ്രവർത്തിതമായി മുന്നോട്ട് പോകുന്നു എന്ന സങ്കല്പമാണ് ഹാരോൾഡ് ഡോമർ മോഡൽ മുന്നോട്ട് വയ്ക്കുന്ന മൂന്നാമത്തെ അസംഷൻ. ഈ അസംഷൻസ് കൃത്യമായി തന്നെ എഴുതണം. നാലാമത്തേത് ക്ലോസ്ഡ് എക്കണോമിയാണ് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്കണോമി ഒരു ക്ലോസ്ഡ് എക്കണോമിയാണ്. ബാഹ്യ സമ്പദ് വ്യവസ്ഥകളുമായിട്ട് അതിന് യാതൊരു കോൺടാക്റ്റുമില്ല. എക്സ്റ്റേണൽ ഫോറിൻ കൺട്രീസുമായിട്ട് അതിന് ആ രാജ്യത്തുള്ള ഉൽപ്പാദനം ആ രാജ്യത്തുള്ള ആളുകൾ തന്നെ വാങ്ങിക്കുന്നു, കൺസ്യൂം ചെയ്യുന്നു. ആ രാജ്യം സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകുന്നു. പുറം ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് എക്കണോമികളുമായിട്ട് അതിന് കണക്ഷൻ ഇല്ല. ഒരു ക്ലോസ്ഡ് എക്കണോമിയാണ് എന്ന സങ്കല്പത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് APS ഈക്വൽ ടു MPS. എന്താണ് APS? ആവറേജിന് പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്. സമ്പാദിക്കാനുള്ള ശരാശരി പ്രവണത. എന്തിന്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, അതായത് സമ്പാദിക്കാനുള്ള സീമാന്ത പ്രവണതയൊക്കെ തുല്യമായിരിക്കും എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നുള്ളത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നാണ് കരുതപ്പെടുക. ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ട്. എങ്കിലും തൽക്കാലം ഈ എസ്സേയുടെ ഭാഗമായിട്ട് ഈ ഒരു പോയിന്റ് ഇങ്ങനെ വെറുതെ എഴുതി വെച്ചാലും മതി. ഇനി ഈക്വേഷനായിട്ട് എഴുതി വെച്ചാലും മതി. ആറാമത്തെ പോയിന്റ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആവുന്നു. അതായത് ക്യാപിറ്റൽ 2 യൂണിറ്റ് ക്യാപിറ്റൽ ഇട്ടു, അങ്ങനെയാണെങ്കിൽ 2ൻ്റെ 3 ഇരട്ടി, അതായത് 6 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
4 യൂണിറ്റ് ക്യാപിറ്റൽ ഇട്ടല്ലോ, 4ൻ്റെ 3 ഇരട്ടി 12 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാകണം. അതായത് ആ 3 ഇരട്ടി എന്നുള്ള ബന്ധം കോൺസ്റ്റൻ്റ് ആയി ഈ ക്യാപിറ്റലും ഔട്ട്പുട്ടും തമ്മിൽ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ക്യാപിറ്റലും നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിൽ നിരന്തരമായിട്ട് ഒരേ അളവിൽ 3 ഇരട്ടി എന്ന ആ കോൺസ്റ്റൻ്റ് നമ്പറിലായിരിക്കണം അവ തമ്മിലുള്ള അകലം നിലനിന്ന് പോകേണ്ടത്. അതൊക്കെ അങ്ങനെ സങ്കല്പിക്കപ്പെടുന്നു ഹാരോൾഡ് ഡോമർ മോഡൽ അനുസരിച്ച്. ഇനി എസ്, ഐ, വൈ ആൻഡ് എക്സ്പെൻഡിച്ചർ അഡ്ജസ്റ്റ് ദംസെൽസ്. കണ്ടോ, സേവിങ്സും അതുപോലെ തന്നെ ഐ, അതായത് എന്താണ് ഐ? ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. വൈ എന്താണ്? വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഔട്ട്പുട്ട്, ഇൻകം എന്ന് തന്നെ വിചാരിക്കാം. എക്സ്പെൻഡിച്ചർ അഥവാ ചെലവ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് സങ്കല്പിക്കുന്നു. ഇതൊക്കെയാണ് അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി 3 തരം ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലാണ് ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് പറയുന്ന ഇക്വേഷൻ, ഹാരോൾഡ് ഡോമർ മോഡലിലെ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. 3 തരം ഗ്രോത്തുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്നു. അതായത് വാറണ്ടഡ് ഗ്രോത്തിൻ്റെ W എന്നുള്ളതിൻ്റെ അക്ഷരം രണ്ടാമതും, ഗ്രോത്ത് എന്നുള്ളതിൻ്റെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിൽ ആദ്യവും എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ GW എന്ന കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാറണ്ടഡ് ഗ്രോത്തിനെ പറയുന്നത്. അതായത് ഏതാണ്ട് സെക്യൂർ ആയിട്ടുള്ള, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എക്കണോമി ഡസ് നോട്ട് എക്സ്പാൻഡ് ഇൻഡെഫിനിറ്റ്ലി ഓർ ഗോ ഇൻ ടു റിസഷൻ. ഈ എക്കണോമി ഒരിക്കലും അനന്തമായി വളർന്ന് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ എക്കണോമി ചുരുങ്ങി വളർച്ചയില്ലാതെ അത് താന്ന് മാന്ദ്യത്തിലേക്കും പോകുന്നില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ട് ഗ്രോത്തിലേക്കും എക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള മാന്ദ്യം, റിസഷൻ എന്ന് വെച്ചാൽ മാന്ദ്യമാണ്, നമുക്കറിയാം. നമുക്കൊരു വിധം സേഫ് ആയിട്ടുള്ള ഗ്രോത്താണ് നടക്കുന്നത് എന്നർത്ഥം. വലിയ പ്രതിസന്ധികളില്ലാത്ത ഗ്രോത്താണ് എക്കണോമിയിൽ ഉണ്ടാവുക എന്ന സങ്കല്പമാണ്. ഇതാണ് എന്താണ് GW അഥവാ വാറണ്ടഡ് ഗ്രോത്ത് എന്നതിൻ്റെ അർത്ഥം. ഇനി ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഗ്രോത്ത് ഓഫ് GDP, രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അഥവാ ഒരു രാജ്യത്തിൻ്റെ റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് GA എന്ന കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുക. എന്താ ആക്ച്വൽ എന്നുള്ളതിൻ്റെ അക്ഷരം A സ്മോൾ ലെറ്ററിലും ഗ്രോത്ത് എന്നുള്ളതിൻ്റെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലുമാണ് ഇവിടെ കാണിക്കുക. 3 നാച്ചുറൽ എക്കണോമിക് ഗ്രോത്ത് ആണ്. അപ്പോൾ 3 തരം ഗ്രോത്തുകൾ ഈ ഹാരോൾഡ് ഡോമർ മോഡൽ പ്രകാരം ഏതൊക്കെയാണെന്ന് ഓർക്കണേ. 1 വാറണ്ടഡ് ഗ്രോത്ത്, 2 ആക്ച്വൽ ഗ്രോത്ത്, 3 നാച്ചുറൽ എക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് ഈസ് ദ ഗ്രോത്ത് ഓഫ് എൻ ഇക്കണോമി റിക്വയേഴ്സ് ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. നോക്കൂ, ഒരു രാജ്യത്ത്, ഒരു ഇക്കണോമിയിൽ പൂർണ്ണ തൊഴിൽ, എല്ലാവർക്കും തൊഴിൽ നിലനിന്ന് പോകണമെങ്കിൽ വേണ്ടുന്ന വളർച്ചയാണ് നാച്ചുറൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ട് എന്ന അസംഷനാണല്ലോ നമ്മളിവിടെ ഹാരോൾഡ് ഡോമർ മോഡലിൽ പറയുന്നത്. സോ നാച്ചുറൽ എക്കണോമിക് ഗ്രോത്ത് അവിടെ നടക്കണമെങ്കിൽ ഇറ്റ് ഈസ് ദ ഗ്രോത്ത് ആൻഡ് എക്കണോമി റിക്വയേഴ്സ് ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇനി അതുപോലെ തന്നെ അപ്പോൾ ഇതിനെന്താ പറയുന്നത്, നാച്ചുറൽ ഗ്രോത്തിന് നാച്ചുറലിൻ്റെ അക്ഷരം സ്മോൾ ലെറ്ററിലെ അപ്പുറത്തും ഗ്രോത്ത് എന്നുള്ളതിനെ ക്യാപിറ്റൽ ലെറ്റർ ഇങ്ങനെ എഴുതി. ഇതാണ് അതിൻ്റെ കോഡ്. GW വാറണ്ടഡ് ഗ്രോത്ത് ആണ്, GA ആക്ച്വൽ ഗ്രോത്ത് ആണ്, GN നാച്ചുറൽ ഗ്രോത്ത് ആണ്. അത് മനസ്സിലാക്കിയിരിക്കണം. ഈ കോഡ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇക്വേഷൻ ഇനി പറയുമ്പോൾ നമുക്കത് മനസ്സിലായാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി, ഹൗ ഡസ് ഇറ്റ് എക്സ്പ്ലെയിൻ ഇൻസ്റ്റബിലിറ്റി ഇൻ ഗ്രോത്ത്? ഈ ഹാരോൾഡ് ഡോമർ മോഡല് എങ്ങനെയാണ് ഗ്രോത്തിൻ്റെ ഇൻസ്റ്റബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റബിലിറ്റി അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇഫ് ആക്ച്വൽ ഗ്രോത്ത്, അതായത് ആക്ച്വൽ ഗ്രോത്തിന് നമ്മൾ എന്താ പറയുന്നത്, GA നോട്ട് ഈക്വൽ ടു വാറണ്ടഡ് ഗ്രോത്ത്, അത് വാറണ്ടഡ് ഗ്രോത്തിന് ഈക്വൽ അല്ലെങ്കിൽ GWന് ഈക്വൽ അല്ലെങ്കിൽ എക്കണോമി അൺസ്റ്റേബിൾ ആകും. കാരണം ആക്ച്വൽ ഗ്രോത്ത് സേഫ്റ്റി ഗ്രോത്ത് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് എക്കണോമി ഒരുപാടങ്ങ് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, ഒരുപാടങ്ങ് ചുരുങ്ങി പോകുന്നില്ല, മാന്ദ്യത്തിലേക്ക് പോകുന്നില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എക്കണോമി നിൽക്കുന്നു എന്നുള്ളതാണല്ലോ വാറണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആക്ച്വൽ ഗ്രോത്ത് ഈ രീതിയിൽ അല്ല എങ്കിൽ എക്കണോമി അൺസ്റ്റേബിൾ ആകുന്നു. അതായത് എക്കണോമിയിൽ സ്ഥിരതയില്ലായ്മ സംഭവിക്കുന്നു, അതാണ് അൺസ്റ്റേബിൾ ആകുന്നു പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതായത് എന്താ അർത്ഥം, എക്കണോമി ഒരു തരത്തിൽ സ്ഥിരതയില്ലായ്മ സംഭവിച്ചാൽ അത് പണപ്പെരുപ്പത്തിന് കാരണമാകും, മറുവശത്ത് കൂടി അതെന്തിന് കാരണമാകും, തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകും. ഏത് രീതിയിലായാലും എക്കണോമി അൺസ്റ്റേബിൾ ആയാൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള 2 ചാൻസസ് ഇതൊക്കെയാണ്. ഒന്നല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പം ബേസിക് ഗ്രോത്ത് മോഡൽ എന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഐഡിയ ആണ് ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു എപ്പോഴും സേവിങ്സും ക്യാപിറ്റലും തമ്മിലുള്ള ബന്ധമാണ് വളരെ പ്രധാനമാണ്. സേവിങ്സ് ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ മൈനസ് ഔട്ട്പുട്ട് റേഷ്യോ. അതാണ് ഓർത്തിരിക്കേണ്ടത്. എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെയാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, സോ എസ് ബൈ വി എന്നാണ് പറയുക. ഓക്കെ, ഇനി ഹയർ സേവിങ്സ് ഉണ്ടെങ്കിൽ ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും, ഹയർ
വലിയ മിച്ചം സമ്പാദ്യം നമുക്ക് ബിസിനസ് ചെയ്ത് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പണം മുടക്കും. നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ് ഈ ഫ്ലോ ചാർട്ട്. അതുപോലെ തന്നെ ഹയർ ക്യാപിറ്റൽ ഉണ്ടാകും. ഹയർ ക്യാപിറ്റൽ ഉണ്ടായാൽ ഹയർ ഔട്ട്പുട്ട് ഉണ്ടാകും. ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കിയാൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഫലമായിട്ട് ഹയർ ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനും കഴിയും. ഇനി ഹാരോൾഡ് ഡോമർ മോഡൽ എന്താണ് എന്ന് മനസ്സിലായി. ആരൊക്കെയാണ്? റോയ് ഫോർബ്സും ഹരോഡും 1939-ലും എഫ്സി ഡോമർ 1946-ഉം ഇവർ രണ്ടുപേരും കൂടിയാണ് ഹാരോൾഡ് ഡോമർ മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്തത്. ഹൗ ഡസ് ഇറ്റ് എക്സ്പ്ലെയിൻ ഇൻസ്റ്റബിലിറ്റി ഇൻ ഗ്രോത്ത്? ഈ ഗ്രോത്തിലെ ഇൻസ്റ്റബിലിറ്റി അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ ഹാരോൾഡ് ഡോമർ മോഡൽ, ദി ഇക്കണോമി ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി റീച്ച് ദ സ്റ്റേബിൾ ഗ്രോത്ത് പാത്ത്. എക്കണോമി പുറമേ നിന്ന് ഒരു സമ്മർദ്ദവും മനുഷ്യൻ്റെ ഒരു പ്രവർത്തനവും ഹാർഡ് വർക്കും ഗവൺമെൻറ് സപ്പോർട്ട് ഒന്നുമില്ലാതെ എക്കണോമി സ്വയമേവ എന്ത് ചെയ്യുന്നില്ല, സ്റ്റേബിൾ ഗ്രോത്തിൻ്റെ പാത്തിലേക്ക് എത്തും എന്ന് എക്കണോമി ഒരിക്കലും ഹാരോൾഡ് ഡോമർ മോഡൽ കരുതുന്നില്ല. ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇക്വാളിറ്റി ബിറ്റ്വീൻ ആക്ച്വൽ ഗ്രോത്ത് ആൻഡ് വാറണ്ടഡ് ഗ്രോത്ത്. നമ്മളെപ്പോഴും ഈ ആക്ച്വൽ ഗ്രോത്തും വാറണ്ടഡ് ഗ്രോത്തും ഈക്വൽ ആക്കാവുന്ന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ ആക്ച്വൽ ഗ്രോത്ത്. ആക്ച്വൽ ഗ്രോത്തിനെ GA എന്നാണ് കോഡ് പറയുന്നത്. ആൻഡ് വാറണ്ടഡ് ഗ്രോത്ത് അതിന് GW എന്നാണ് കോഡ് പറയുന്നത്. ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ GA ആൻഡ് GW, അതായത് ആക്ച്വൽ ഗ്രോത്തും വാറണ്ടഡ് ഗ്രോത്തും തമ്മിൽ എപ്പോഴെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ ദി ഇക്കണോമി ബിക്കംസ് അൺസ്റ്റേബിൾ. ഇക്കണോമി അൺസ്റ്റേബിൾ ആകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എക്കണോമിയിലെ ഇൻസ്റ്റബിലിറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇഫ് GA ഈക്വൽ ടു GW, ആക്ച്വൽ ഗ്രോത്ത് വാറണ്ടഡ് ഗ്രോത്തിന് ഈക്വൽ ആണെങ്കിൽ അത് തന്നെ നാച്ചുറൽ ഗ്രോത്തിന് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റേബിൾ ഗ്രോത്ത് ആണെന്ന് അർത്ഥം. വളരെ സ്ഥിരതയുള്ള, ചാഞ്ചാട്ടമില്ലാത്ത വളർച്ച നിരക്ക് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കാണിക്കുക എന്നർത്ഥം. ഇഫ് GA നോട്ട് ഈക്വൽ ടു GW, അതേസമയം ആക്ച്വൽ ഗ്രോത്ത് വാറണ്ടഡ് ഗ്രോത്തിന് തുല്യമല്ലെങ്കിൽ ഇൻസ്റ്റബിലിറ്റി എപ്പോഴും ഉണ്ടാകും. അതായത് എക്കണോമി ചിലപ്പോൾ കയറും, ചിലപ്പോൾ ഇടിയും, ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക. അതാണല്ലോ എക്കണോമിയിലെ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് സംഭവിക്കാം. ഒന്ന് ഏതാണ്? ആക്ച്വൽ ഗ്രോത്ത് വാറണ്ടഡ് ഗ്രോത്തിനേക്കാൾ കൂടുതൽ സംഭവിക്കാം. അതായത് സേഫ്റ്റി ഗ്രോത്തിനേക്കാൾ മികച്ച രീതിയിൽ ആക്ച്വൽ ഗ്രോത്ത് സംഭവിക്കുകയാണെങ്കിലോ, ആക്ച്വൽ ഗ്രോത്ത് ഈസ് മോർ ദാൻ വാറണ്ടഡ് ഗ്രോത്ത് ആണെങ്കിലോ തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടുതലായിരിക്കും. ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വേണം എന്ന് പറയുന്ന അവസ്ഥയാണ് ഡിമാൻഡ് കൂടുതലായിരിക്കും. സപ്ലൈ യേക്കാളും ആ കച്ചവടക്കാർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിൻ്റെ അളവിനേക്കാളും ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന കണ്ടീഷനായിരിക്കും ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ ഗ്രോത്ത് വളരെ ഉയർന്നിരിക്കുന്നു വാറണ്ടഡ് ഗ്രോത്തിനേക്കാളും എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കച്ചവടക്കാർക്ക് കൊടുക്കാനുള്ളതല്ല അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കച്ചവടക്കാരുടെ കയ്യിൽ വിൽക്കാൻ സാധനമില്ലാതെ വരുമ്പോൾ അവർ വില കൂട്ടാൻ തുടങ്ങുന്നു. ആ വിലക്കയറ്റത്തിന് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ലീഡ്സ് ടു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിലേക്ക് കാരണമാകുന്നു. പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുത്താലും ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ. സോ എക്കണോമി അപ്പോൾ ഓവർ ഹീറ്റ് ആകുന്നു. അതൊരു ചെറിയ പ്രശ്നമാണ്, അങ്ങനെ വരാൻ പാടില്ല. ഒരു മെഷീൻ നന്നായി പ്രവർത്തിക്കുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ പ്രവർത്തനം കൂടിപ്പോയി ചൂടുപിടിച്ച മെഷീൻ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ നല്ലത് അതെന്ത് ചെയ്യുന്നു? അത് മിതമായി ഹീറ്റ് ആയിരിക്കുന്നതാണ്. എക്കണോമിയോട് ഓവർ ഹീറ്റ് ആകുന്നു എന്നർത്ഥം. ഡിമാൻഡ് കൂടുന്നതൊക്കെ നല്ലതാണ് അല്ലേ, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ പ്രശ്നം ഇതാണ്. ഇനി അടുത്തത് വേറൊരു സിറ്റുവേഷൻ എന്താണ്? രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. ആക്ച്വൽ ഗ്രോത്ത് കുറവും എന്തിനേക്കാൾ? വാറണ്ടഡ് ഗ്രോത്ത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സേഫ്റ്റി ഗ്രോത്ത് ഉണ്ടല്ലോ, ഓവർ എക്സ്പാൻഷനും ഇല്ല, അതുപോലെ തന്നെ ഇത് ചുരുക്കലും ഇല്ലാത്ത ഒരു മിതമായ, അങ്ങനെയാണെങ്കിൽ ഇഫ് ആക്ച്വൽ ഗ്രോത്ത് ഈസ് ലെസ് ദാൻ ദ വാറണ്ടഡ് ഗ്രോത്ത്, അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു, സപ്ലൈ കൂടുന്നു. കച്ചവടക്കാർ കുറേ സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാനിടുന്നു, പക്ഷേ അതൊന്നും മേടിക്കാൻ ആൾക്കാർ വരുന്നില്ല, കുറവ് ആൾക്കാരെ വരുന്നുള്ളൂ, ഡിമാൻഡ് കുറവ്. ഈ കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു അൺഎംപ്ലോയ്മെൻറ്റ്. കച്ചവടക്കാർക്ക് സാധനങ്ങൾ വിറ്റ് പോകാണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ട് അടുത്ത പ്രാവശ്യം അവരുടെ ഫാക്ടറിയിൽ എന്ത് സംഭവിക്കും? അവർ തൊഴിലാളികളെ പിരിച്ചു കൊടുക്കും. കാരണം കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ വിറ്റ് പോയിട്ടില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, അതൊന്നും വിറ്റ് പോകുന്നില്ല. അതായത് കച്ചവടക്കാർക്ക് ഇനി കൂടുതൽ സാധനം ഉണ്ടാക്കാൻ ഇത്ര കൂടുതൽ ആളെ ജോലിക്ക് വെച്ചിട്ട് കാര്യമില്ല, അവർ ആൾക്കാരെ പിരിച്ചുവിടാൻ തുടങ്ങും. സോ അങ്ങനെ വരുമ്പോൾ പിരിച്ചുവിടുന്ന അവരൊക്കെ തൊഴിലില്ലാത്തവരായി പോകും. ലീഡ്സ് ടു അൺഎംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ. അപ്പോൾ തൊഴിലില്ലായ്മ കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ ഇക്കണോമി കോൺട്രാസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇക്കണോമി കോൺട്രാക്റ്റ് ആകുന്നു. അതാണ് പറഞ്ഞു വരുന്നത്, സമ്പദ് വ്യവസ്ഥ ചുരുങ്ങിപ്പോകാനായിട്ട് ഇത് കാരണമാണ്. ഇപ്പോൾ എക്കണോമിയിൽ എല്ലാവരുടെ കയ്യിലും
പണം കുറവായിട്ട് മനുഷ്യരുടെ കയ്യിൽ, കാരണം എന്താണ്, എല്ലാ വീടുകളിലും തൊഴിലില്ലാത്ത ധാരാളം പേരുണ്ട്. സോ അതുകൊണ്ട് പണം സമൂഹത്തിലേക്ക് തൊഴിൽ ചെയ്യുമ്പോഴല്ലേ അവർക്ക് സാലറി ആയിട്ട് പേയ്മെൻറ്റ് ഫാക്ടറിയിൽ നിന്നൊക്കെ കിട്ടി സമൂഹത്തിലേക്ക് പണം ഇറങ്ങുന്നത്. പണം അധികം ഇറങ്ങുന്നില്ല എന്നുള്ള കണ്ടീഷൻ എക്കണോമിയിൽ ആ കോൺട്രാക്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടാവുന്നു. ഈ രീതിയിലാണ് നമുക്ക് ആ ഇൻസ്റ്റബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത്. വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് പഠിച്ച് തയ്യാറായിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു.